2026 ജനുവരി 3 സമയം പുലർച്ചെ 2:10. 125 കോടി രൂപ തലയ്ക്ക് വിലയുള്ള ഒരു മനുഷ്യൻ തന്റെ ഔദ്യോഗിക വസതിയായ മിറാഫോഴ്സ് കൊട്ടാരത്തിൽ സുഖനിദ്രയിലാണ്. നിമിഷങ്ങൾക്കകം താൻ അമേരിക്കയുടെ പിടിയിലാകുമെന്നോ തന്റെ അധികാരം നഷ്ടപ്പെടുമെന്നോ ആ നിമിഷം അദ്ദേഹം സ്വപ്നം പോലും കണ്ടിരുന്നില്ല. മിറാഫോഴ്സ് കൊട്ടാരത്തിൽ സുഖനിദ്രയിലായിരുന്ന ആ മനുഷ്യന്റെ പേര് നിക്കോളാസ് മഡ്യൂറോ, ദ പ്രസിഡന്റ് ഓഫ് വെനസ്വേല. മഡ്യൂറോയെ പിടികൂടാനായി അമേരിക്കയുടെ സ്പെഷ്യൽ ഓപ്പറേറ്റീവ് വിഭാഗമായ ഡെൽറ്റ ഫോഴ്സ് നടത്തിയ ആ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. അമേരിക്കയിൽ നിന്നും 4500 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് വെനസ്വേല. 9,16,445 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ 30 കോടി ജനങ്ങൾ അധിവസിക്കുന്ന വെനസ്വേലയുടെ ഔദ്യോഗിക ഭാഷ സ്പാനിഷ് ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പെട്രോളിയം നിക്ഷേപമുള്ള രാജ്യമാണ് വെനസ്വേല, 300 ബില്യൺ ബാരൽ. ഇത് ലോകത്തിലെ ആകെ പെട്രോളിയം നിക്ഷേപത്തിന്റെ 18% വരും. പക്ഷേ മറ്റ് പല രാജ്യങ്ങളെ പോലെ എണ്ണ യഥേഷ്ടം ഉൽപ്പാദിപ്പിക്കാൻ വെനസ്വേലയ്ക്ക് കഴിയുമായിരുന്നില്ല. അതിൻ്റെ പ്രധാന കാരണങ്ങളൊന്ന് അവർക്കതിനുള്ള സാങ്കേതിക വിദ്യ ഇല്ല എന്നതാണ്. 1976 മുതൽ അമേരിക്കൻ കമ്പനികൾ വെനസ്വേലയിൽ യഥേഷ്ടം എണ്ണ ഉൽപ്പാദിപ്പിച്ചിരുന്നു. എന്നാൽ 1999 ഹ്യൂഗോ ഷാവേസ് അധികാരത്തിലേറിയതോടെ അമേരിക്കൻ കമ്പനികൾ പടിക്ക് പുറത്തായി. ഹ്യൂഗോ ഷാവേസിന്റെ പിൻഗാമിയായി 2013 നിക്കോളാസ് മഡൂറോ അധികാരത്തിലേറിയെങ്കിലും അമേരിക്കയോടുള്ള സമീപനത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. വിഭവശേഷി ഏറെ ഉണ്ടായിട്ടും സാങ്കേതികവിദ്യയുടെ അഭാവം വെനസ്വേലയെ ഒരു ദരിദ്ര രാജ്യമാക്കി മാറ്റി. രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ 80% പേരും പട്ടിണിയിലാണ്. ഈ സാഹചര്യം മുതലാക്കുകയാണ് അമേരിക്ക ചെയ്തത്. തങ്ങളുടെ രാജ്യത്തേക്ക് ലഹരിക്കടത്ത് നടത്താൻ നേതൃത്വം കൊടുത്തു എന്നാരോപിച്ചുകൊണ്ടാണ് നിക്കോളാസ് മഡൂറോയെ അമേരിക്കൻ ഭരണകൂടം പിടികൂടിയത്. അമേരിക്കയുടെ കണ്ണ് വെനസ്വേലയിലെ ധാതു നിക്ഷേപത്തിലാണെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അമേരിക്കയുടെ നിലപാടിനെ ചോദ്യം ചെയ്താൽ ചോദ്യം ചെയ്യുന്നവരെ ഞങ്ങൾ ആക്രമിക്കും എന്ന നിലപാടിലാണ് ട്രംപ്. തങ്ങളുടെ പ്രഥമ സമാധാന പുരസ്കാരം ഡൊണാൾഡ് ട്രംപിന് നൽകിയതോർത്ത് ഫിഫ ഇപ്പോൾ ലജ്ജിച്ച് തലതാഴ്ന്നുണ്ടാവും. ഏത് അളവുകോലിട്ട് തുലനം ചെയ്താലും ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലോട്ട് കടന്നു ചെല്ലുന്നത് അത് അമേരിക്ക എന്നല്ല, ഏത് രാഷ്ട്രമായാലും അവർ നീതീകരണം അർഹിക്കുന്നില്ല.